അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2ാം ഭാഗത്തിലെ 7ാമത്തെ പാഠം ഹാ ഉൽ ലമീർ 1. ഹാ ഉൽ ലമീർ 2 പാഠങ്ങളിലായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് 1ാമത്തെ പാഠം തന്നെ മനസ്സിലാക്കിയാൽ 2ാമത്തെ പാഠം വളരെ സിമ്പിളായിട്ട് മനസ്സിലാകും. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് നമുക്ക് ഉദാഹരണങ്ങൾ വായിക്കാം. അവിടെ നിന്ന് നമുക്ക് പരിചയപ്പെടാം എന്താണ് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നത് എന്നുള്ളതെല്ലാം. ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങൾ വായിക്കുകയാണ്. അവിടെ അടിവരട്ട ഭാഗങ്ങൾ കാണാം. അതാണ് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നത്. ആ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം, നീട്ടാതെ ഓതണം. ഈ 2 കാര്യങ്ങളാണ് 2 പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങൾ വായിക്കാം. ഇന്നഹു കാന തവ്വാബാ അസ്റാ ബിഅബ്ദിഹി ലൈല فسنيسره لليسرى فأثرن به نقعا فوسطن به جمعا. ഇവിടൊക്കെ ഹാ ഉൽ ലമീറിനെ നീട്ടിയിട്ടാണ് നമ്മൾ ഓതിയിട്ടുള്ളത്. ഇന്നഹു കാന എന്നല്ല പറഞ്ഞത്. ഇന്നഹു കാന ബിഅബ്ദിഹി ലൈലൻ അല്ല, ബിഅബ്ദിഹി ലൈലൻ. ഫസനുയസ്സിറുഹു ലിൽ എന്നല്ല പറഞ്ഞത്, നീട്ടിയിട്ട് ഹാ ഉൽ ലമീറിനെ നീട്ടി ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ ഫഅഥർന ബിഹി നഖഅ എന്നല്ല, നീട്ടിയിട്ടാണ് ഓതിയത്. ബിഹി നഖഅ. ചുരുക്കി പറഞ്ഞാൽ ഈ ഉദാഹരണങ്ങളിലൊക്കെ ഹാ ഉൽ ലമീറിനെ നമ്മൾ നീട്ടിയിട്ടാണ് ഓതിയിട്ടുള്ളത്. എന്താണ് അതിന് കാരണം? അതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. മുകളിലുള്ള ആയത്തുകളിലെ ഹാ ഉൽ ലമീറുകൾ നോക്കൂ. നമ്മൾ നോക്കിയല്ലോ ഹാ ഉൽ ലമീറിനെ. അവയുടെ മുമ്പും ശേഷവും ഹർക്കത്തുകളുണ്ടല്ലോ. ഓരോ ഹാ ഉൽ ലമീർ നോക്കി. ഇന്നഹു കാന, അവിടെ എന്താ ഉള്ളത്? ഹാ ഉൽ ലമീർ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നൂനിന് ഫത്തഹാണ്, ശേഷം വന്ന കാഫിനും ഫത്തഹാണ്. അപ്പോൾ ഹാ ഉൽ ലമീറിന് അവയുടെ മുമ്പും ശേഷവും ഹർക്കത്തുകൾ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്താണ്. നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ ബി അബിദിഹി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അവിടെ ദാലിന് കെസറാണ്. ഹാ ഉൽ ലമീറിൻ്റെ മുമ്പുള്ള ദാലിന് കെസറാണ്, ശേഷം വന്ന ലാമിന് ഫത്തഹാണ്. ചുരുക്കി പറഞ്ഞാൽ ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്തഹ്, കെസർ, ലൊമ്മ് ഇവയിൽ ഏതെങ്കിലും ഒന്നായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാ ഉൽ ലമീറിനെ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. അതാണ് ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതാനുള്ള കാരണം. എന്താണ്? ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്ത് വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ, ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഫത്തോ കസ്റ ലൊമ്മോ, മുമ്പ് ഫത്തോ കസ്റ ലൊമ്മോ ഏതെങ്കിലും ഒന്ന് വന്നു, അതേപോലെ ശേഷമുള്ള ഹാ ഉൽ ലമീറിന് ശേഷമുള്ള അക്ഷരത്തിന് എന്ത് വന്നു? ഫത്തഹോ കസ്റ ലൊമ്മോ, ഈ 3 ഹർക്കത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നു. അങ്ങനെ വന്നാൽ ഹാ ഉൽ ലമീറിനെ എത്ര നീട്ടണം എന്നാണ് പറഞ്ഞത്? ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. ഈ ഹാഉകൾക്ക് ശേഷം മുസ്ഹഫുകളിൽ അൽ യാ ഉസ്സഗീറ ബ്രാക്കറ്റിൽ അതിൻ്റെ ചിഹ്നം കാണിച്ചല്ലോ. വൽ വാവു സഗീറ, അതിൻ്റെയും ചിഹ്നം ബ്രാക്കറ്റിൽ കാണുന്നു, ചെറിയൊരു വാവ് എന്നീ ചിഹ്നങ്ങൾ കൊടുത്തതായി കാണാം. യാ ഉസ്സഗീറയും വാവു സഗീറയും കൊടുത്തതായിട്ട് കാണാം. അതിൽ ഒന്നാമത്തെ ഉദാഹരണം നോക്കുക. ഇന്നഹു കാന, അവിടെ കണ്ട ഹൂ, ആ ഹൂ എന്നുള്ളതിന് നീട്ടിന് അവിടെ ചെറിയൊരു വാവ് കൊടുത്ത് കണ്ടോ. അതേപോലെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ബിഅബ്ദിഹി, അവിടെ കണ്ട യാ ഉസ്സഗീറ ആ ബ്രാക്കറ്റിൽ കൊടുത്ത ആ ചിഹ്നം അവിടെ ഇട്ടതായിട്ട് കാണുന്നില്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതേണ്ടത് എപ്പോഴാണ് എന്നതാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. എപ്പോഴാണ് ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതുക? ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്താണെങ്കിൽ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. ഓക്കെ. ആ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതുന്നതിൻ്റെ അവിടെ വരുന്ന അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹാവുകൾക്ക് ശേഷം മുസ്ഹഫുകളിൽ യാ ഉസ് സഗീറയും അതുപോലെ തന്നെ വാവു സഗീറയും കാണാം. അതും അവിടെ പാഠത്തിൽ കാണിച്ചു. ഇനി ഈ വിധത്തിൽ ഹാ ഉൽ ലമീറിന് ശേഷമുള്ള അക്ഷരങ്ങൾ ഹംസയാണെങ്കിൽ അവിടെ അൽ മദ്ദുൽ മുൻഫസിൽ വരുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്ദക്ഷരത്തിന് ശേഷം 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ ഒന്നുകിൽ മദ് മുത്തസിൽ ഉണ്ടാകും, അല്ലെങ്കിൽ മദ് മുൻഫസിൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാ? മദ് മുൻഫസിലാകുക. കാരണം ഹാ ഉൽ ലമീറിലുള്ള പിന്നെ യാ ഉ സഗീറ അല്ലെങ്കിൽ വാവ് സഗീറ അതിന് ശേഷം അടുത്ത കലിമത്തിലാണ് ഹംസ വരിക. അങ്ങനെ ഹംസ വന്നാൽ
ആ ഹാ ഉല്ലമീറിന് ശേഷം ഹംസ വന്നാൽ ഹർക്കത്തുള്ള അക്ഷരമായിട്ട് ഏത് വന്നു? ഹംസ വന്നു. എന്നാൽ അവിടെ ഏത് മദ് ചെയ്യണം? മദ് മുൻഫസിൽ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഉദാഹരണം നമുക്ക് പറയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അൽ മദ്ദുൽ മുൻഫസിലിൻ്റെ വിധി ഇവിടെയും ബാധകമാണ്. അങ്ങനെ ഹാ ഉല്ലമീറിന് ശേഷം ഹംസയാണ് വരുന്നതെങ്കിൽ മദ് മുൻഫസിലിൻ്റെ വിധി മദ് മുൻഫസിലിന് നീട്ടുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? നീട്ടണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദാഹരണങ്ങൾ നോക്കുക. യഹ്സബു അന്ന മാലഹു അഖ്ലദ. മാലഹു ഹാ ഉല്ലമീർ ശേഷം വന്നത് ഏതാണ്? ഹംസയാണ് വന്നിട്ടുള്ളത്. ഹാ ഉല്ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്താണ്. ലാമിനും ഫത്തഹാണ്, ശേഷമുള്ളത് ഹംസക്കും ഫത്തഹാണ്. അപ്പം ഞാൻ അവിടെയുള്ള വിഷയം എന്താ? അവിടെ വാവ് സഗീറ മദ്ദക്ഷരമാകുന്ന വാവ് അവിടെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഹംസ വന്നു. അപ്പോൾ മദ് മുൻഫസിൽ ചെയ്തുകൊണ്ട് ഓതണം. അപ്പോൾ കൂടുതൽ ഒരു അലിഫിൻ്റെ കതിർ നീട്ടിയാൽ പോരാ. അതാണ് ചുരുക്കി പറഞ്ഞത്. മാലഹു അഖ്ലദ. അടുത്തേ ലാ യമസ്സുഹു ഇല്ലൽ മുതഖ്ഖറൂൻ. ലാ യമസ്സുഹു അവിടെ കണ്ട ഹാ ഉല്ലമീറിന് മുമ്പുള്ള സീനിന് ലൊമ്മാണ്, ശേഷം വന്ന ഹംസക്ക് കിസറാണ്. അപ്പോൾ മുമ്പും ശേഷവും ഹർക്കത്താണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഹാ ഉല്ലമീറിന് ശേഷം വന്ന അക്ഷരം ഏതാണ്? ഹംസയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ മദ് മുൻഫസിൽ ചെയ്യണം. ഒരു അലിഫിൻ്റെ കതിർ നീട്ടിയാൽ പോരാ. ലാ യമസ്സുഹു ഇല്ലൽ മുതഖ്ഖറൂൻ. അടുത്ത ഉദാഹരണം വലാ ഉശ്രികു ബിഹി അഹദ. ബിഹി അഹദ ഹാ ഉല്ലമീർ മുമ്പും ശേഷവും, ഹാ ഉല്ലമീറിൻ്റെ മുമ്പും ശേഷവും എന്ത് വന്നു? ഹർക്കത്ത് വന്നു. ബാഇന് കെസിറാണ്, ശേഷം വന്ന ഹംസക്ക് ഫത്തഹാണ്. അപ്പോൾ ഹാ ഉല്ലമീറിന് ശേഷം ഹംസ വന്നതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മദ് മുൻഫസിൽ ചെയ്യണം. ഇനി അടുത്തത് വലാ യുഹീത്തൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. മിൻ ഇൽമിഹി കണ്ട അവിടെയും ഹാ ഉല്ലമീർ വന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. ഹാ ഉല്ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്താണ്. പക്ഷേ ഹാ ഉല്ലമീറിന് ശേഷം വന്ന അക്ഷരം ഏതായിപ്പോയി? ഹംസയായിപ്പോയി. അപ്പോൾ അവിടെ ഒരു അലിഫ് നീട്ടിയാൽ പോരാ, കൂടുതൽ നീട്ടണം. മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അടുത്തേ വ അംറുഹു ഇലല്ലാഹ്. വ അംറുഹു ഹാ ഉല്ലമീർ മുമ്പ് റാഇന് ലമ്മാണ്, ശേഷം ഹംസ വന്നു. ഹംസ വന്നതുകൊണ്ട് ഒരു അലിഫ് നീട്ടിയാൽ പോരാ, എത്ര നീട്ടണം? കൂടുതൽ നീട്ടിയിട്ട് എന്ത് ചെയ്യണം? ഓതണം. വ അംറുഹു ഇലല്ലാഹ്. അടുത്ത ഉദാഹരണം യുഅദ്ദിഹി ഇലൈക. യുഅദ്ദിഹി ഇലൈക. ചുരുക്കി പറഞ്ഞാൽ ഹാ ഉല്ലമീറിൻ്റെ മുമ്പും ശേഷവും ഹറക്കത്താണെങ്കിൽ ഹാ ഉല്ലമീറിനെ ഒരു ഹറക്കത്ത് നീട്ടണം. ഇനി ഹാ ഉല്ലമീറിന് ശേഷം മുമ്പും ശേഷവും ഹറക്കത്തുള്ള ഹാ ഉല്ലമീറിന് ശേഷം വന്നത് ഹംസയാണെങ്കിൽ അവിടെ മദ്ദുൽ മുൻഫസിൽ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതാണ് ഇപ്പോൾ ഈ പാഠത്തിൽ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള സംഗതിയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്ന് നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന് ഹാ ഉല്ലമീറിനെ നീട്ടി ഓതേണ്ടത് എപ്പോൾ? ആൻസർ ഹാ ഉല്ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാ ഉല്ലമീറിനെ നീട്ടി ഓതണം. ഹാ ഉല്ലമീറിനെ നീട്ടി. ഹാ ഉല്ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാ ഉല്ലമീറിനെ നീട്ടി ഓതണം. ഉദാഹരണം ഇവിടെ കണ്ട് കൊടുത്തിട്ട് നമ്മൾ പാഠത്തിൽ വ അംറുഹു ഇല. ഇവിടെ ഹു എന്നുള്ളതാണ് ഹാ ഉല്ലമീർ. അവിടെ റാഇനും ഹർക്കത്താണ്, ശേഷം വരുന്ന ഹംസക്കും ഹർക്കത്താണ്. അപ്പം എന്ത് ചെയ്യണം? ഹാ ഉല്ലമീറിനെ നീട്ടി ഓതണം എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഹാ ഉല്ലമീറിനെ നീട്ടേണ്ട സ്ഥലങ്ങളിൽ കാണുന്ന രണ്ട് ചിഹ്നങ്ങൾ എഴുതുക. അൽ യാ ഉ സഗീറ, ഒന്ന് ചെറിയ യാ ഈ രൂപത്തിലുണ്ടാവുക. രണ്ട് അൽ വാവു സഗീറ, ചെറിയ രൂപത്തിലുള്ള ഒരു വാവും കാണാം. ഇനി മൂന്നാമത്തെ ഹാ ഉല്ലമീറിന് അൽ മദ്ദുൽ മുൻഫസിൽ വരുന്നത് എപ്പോൾ? എപ്പോഴാ? ഹാ ഉല്ലമീറിൻ്റെ ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിൽ അൽ മദ്ദുൽ മുൻഫസിൽ വരുന്നതാണ്. ഹാ ഉല്ലമീറിൻ്റെ ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിൽ അൽ മദ്ദുൽ മുൻഫസിൽ വരുന്നതാണ്. നാലാമത്തത് ഹാ ഉല്ലമീറിനെ എത്ര നീട്ടണം? ആൻസർ ഒരു അലിഫിൻ്റെ ഖദർ. ഇനി രണ്ടാമത്തെ നഖ്റഉൽ ആയാത്തിൽ ആത്തിയത വ നക്തശിഫു മിന്ന ഹാ ഉല്ലമീർ വ നുബയ്യിനു അഹ്വാലഹ. താഴെയുള്ള ആയത്തുകൾ ഓതി നോക്കിയിട്ട് ഹാ ഉല്ലമീറിനെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഹാ ഉല്ലമീറിൻ്റെ അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് വിശദീകരിക്കാനുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ അമ്മാമൻ കിതാബഹു ബിയമീനി, ഇവിടെയാണ് ഒരു ഹാ ഉല്ലമീർ കാണുന്നത്, കിതാബഹു. അപ്പോൾ ഇതിൻ്റെ കിതാബഹു, ഈ ഹാ ഉല്ലമീറിൻ്റെ മുമ്പ് ഫത്തഹാണ് ബാഇന്, ഹാ ഉല്ലമീറിൻ്റെ ശേഷം ബാഇന് ഫത്തഹാണ്. അപ്പോൾ ശേഷവും മുമ്പും ഹർക്കത്തായതുകൊണ്ട് ഹാ ഉല്ലമീറിനെ നമ്മൾ നീട്ടി ഓതുന്നു. അവിടെ വാവ് സഗീറയുണ്ട്.
പിന്നെ ഇങ്ങനെ പോന്നാൽ നമ്മൾ ഇലാ അഹ്ലിഹി ഇലാ അഹ്ലിഹി മസ്റൂറ എന്നുള്ളടത്ത് ഹാ ഉല്ലമീർ വരുന്നു. അതിൻ്റെ മുമ്പുള്ള ലാമിനും ഹർക്കത്താണ്, ശേഷമുള്ള മീമിനും ഹർക്കത്താണ്. അപ്പോൾ ഇവിടെയുള്ളത് പിന്നെ യാ സഗീറയാണ് നീട്ടാനുള്ളത്. അപ്പം നീട്ടി ഓതുന്നു. അടുത്ത് കിതാബഹു വറാ, കിതാബഹു ഇവിടെയും ഹാ ഉല്ലമീർ വരുന്നു. തൊട്ട് മുമ്പുള്ള അക്ഷരം ഹർക്കത്താണ്, ഹാ ഉല്ലമീറിന് ശേഷമുള്ള അക്ഷരവും ഹർക്കത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ വാവ് സഗീറ കൊടുത്ത് ഹാ ഉല്ലമീറിനെ നീട്ടുന്നു. ഇങ്ങനെ ഓരോ രീതിയിലും അതേ രൂപത്തിൽ തന്നെയാണ് ലൊഹിരിഹി എന്നുള്ളിടത്ത് കൂട്ടി ഓതുമ്പോൾ വരും ആ രീതി. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ഇന്നഹു കാന ഇവിടെ അതന്നെ ഹാ ഉല്ലമീർ, അതിൻ്റെ മുമ്പ് നൂന് ഫതഹായിട്ട് വരുന്നു, ഹാ ഉല്ലമീറിന് ശേഷം കാഫ് ഫതഹായിട്ട് വരുന്നു, ഹർക്കത്തായിട്ട് വരുന്നു. ഹർക്കത്തായി വരിക എന്നുള്ളതാണ്. അങ്ങനെ ഹർക്കത്ത് രണ്ടും മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാൽ നീട്ടണം. അത് ചിലപ്പോൾ വാവ് സഗീറ കൊടുക്കും, ചിലപ്പോൾ യാ സഗീറ കൊടുക്കും. ഇവിടെ വാവാണ്, ലൊമ്മിനെ നീട്ടാൻ വാവാണല്ലോ വരിക. അതുപോലെ തന്നെ കെസിറിനെ നീട്ടാനാണ് യാ വരിക. അഹ്ലിഹി എന്നുള്ളിടത്ത് കാണാം അഹ്ലിഹി മസ്റൂറ. ഇവിടെ ഹാ ഉല്ലമീറിന് മുമ്പ് ലാമിന് കെസിർ ഹർക്കത്താണ്, ശേഷമുള്ള മീമിനും ഹർക്കത്താണ്. അപ്പോൾ അവിടെ വന്നത് യാ സഗീറയാണ്, കാരണം കെസിറിനെ നീട്ടാനാണ് വരുന്നത്. അപ്പോൾ യാ സഗീറ കൊടുത്തു. ഇങ്ങനെയാണ് ഈ രൂപത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ റബ്ബുഹു എന്നുള്ളിടത്തും അങ്ങനെ തന്നെ കാന ബിഹി ബസീറ, അവിടെയും അതേ രൂപത്തിൽ തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി നാലാമത്തെ തഖ്സീസ് നഖ്റ സൂറത്ത് നൂർ വനക്തശഫു മിൻഹാ ഉല്ലമീർ. സൂറത്ത് നൂർ ഓതാനാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാ ഉല്ലമീറിനെ പരിഗണിച്ചിട്ട് എവിടെയൊക്കെ നീട്ടേണ്ട സ്ഥലങ്ങളുണ്ട്, നീട്ടാത്ത സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പഠിച്ചു. നീട്ടേണ്ട സ്ഥലങ്ങളെ പഠിച്ചു. ഇനി നീട്ടാത്ത സന്ദർഭങ്ങൾ ഏതാണ് അത് നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഹിഫ്ളാക്കാനുള്ളത് സൂറത്ത് യാസീനിലെ 65-ാമത്തെ ആയത്ത് മുതൽ 68-ാമത്തെ ആയത്ത് വരെ, പിന്നെ ഹദ്ദാദ് റാത്തീബിലെ തുമ്മയില ഹലറത്ത് അർവായ് ജമീൽ സാദത്തിന് സുഫിയ എന്ന് പറയുന്ന ഫാത്തിഹ വിളിക്കുന്നതും, അതുപോലെ തന്നെ ലിസ്വാഹിബ് റാത്തിബിൽ കബീർ കുത്തുബി ഷഹീൽ ഹബീബി എന്ന് തുടങ്ങുന്ന അതും ഫാത്തിഹ, അതിൻ്റെ ഫാത്തിഹ വരെ ഈ രണ്ടും കാണാതെ പഠിക്കാനുള്ളതാണ്. ഇതോടെ 7-ാം പാഠത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.